ഇന്ന് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൊച്ചു പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മളൊരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കണം. അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കണേ. അതിനുശേഷം ഞാൻ വരയ്ക്കുന്ന പോലെ ഇതേപോലെ 3 അളവിൽ നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് 3 എണ്ണേ വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 3 എണ്ണം വെച്ചത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് പേപ്പർ രണ്ടായിട്ട് മടക്കി, അതായത് ഒരളവ് നമുക്ക് 2 പീസായിട്ട് വേണം. അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് അതിൻ്റെ ആ ഒരു സൈഡ് ഓരോന്ന് നമുക്കില്ല മുള്ള് മുള്ള് പോലെ ഫുള്ള് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അതല്ലാതെ ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റുന്ന കത്രിക ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. കട്ട് ചെയ്യുന്നതല്ല പാട്, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫുള്ള് നമ്മൾ ആ ഒരു പോർഷൻ എടുത്ത് കളയില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ പാട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിത് കട്ട് ചെയ്ത് വന്നപ്പം നമ്മുടെ ചിരവയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലേ എന്നുള്ളത് കമൻ്റായിട്ട് പറയണേ. അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വൈറ്റ് എടുത്തിട്ട് ആ ഒരു മുള്ളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം, അവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. 2 സൈഡിലും ഒരേ കണക്ക് അടിച്ചു കൊടുക്കണം. എല്ലാത്തിലും ഒരേ കണക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത് എല്ലാം എടുത്ത് അതിനുശേഷം ഇനി നമുക്ക് ആ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരേ അളവിൽ 2 എണ്ണം. അപ്പോൾ ഞാൻ സെയിം അളവിലാണ് വരച്ചത്. നിങ്ങൾ 1 ഇഞ്ച്, അതായത് ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം 1 ഇഞ്ച് ചെറുതുമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. ആദ്യമേ ഞാൻ ഈ രീതി കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വിചാരം അത് കട്ട് ചെയ്യുമ്പം അത് ഒരേ കണക്ക് സെറ്റ് ചെയ്ത് ഇരിക്കും എന്നുള്ളതാണ്. പക്ഷേ ചതിച്ചു ഗൈസ്, ചതിച്ചു. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലൊന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലാന്റ് സെറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് എന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഗം യൂസ് ചെയ്താൽ മതിയേ, പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. ഒന്ന് പിടിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ചരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആ ബാക്കി 3ഉം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് 3ഓ 4ഓ ഇഷ്ടമുള്ള അളവ് നമുക്ക് ചെയ്യാവേ. അപ്പം ഞാനിവിടെ 3 എണ്ണേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ആ ഒരു കൊച്ചു ചട്ടിയിൽ 3 എണ്ണേ കൊള്ളുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ വലിയ ചട്ടികൾ എടുക്കുന്നവർക്കാണെങ്കിൽ എന്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സംഭവമാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ബേസ് ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യം 2 വട്ടമാണ് ഞാൻ ഈ കാർഡ്ബോർഡിനകത്ത് വരയ്ക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു റൗണ്ട് കണ്ടുപിടിക്കാൻ, അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കും, ആ 2 വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ആ നടുക്ക് ഭാഗം. അതിന് ശേഷം നമുക്ക് ബ്രൗൺ കളർ അടിച്ച് ആ ഒരു മണ്ണിൻ്റെ എഫക്റ്റ് വരാനാണ്. മണ്ണുള്ളവർക്ക് മണ്ണിട്ടാൽ മതി, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ അകത്തൊക്കെ വെക്കാനായതുകൊണ്ട് ഞാൻ വിചാരിച്ച് മണ്ണ് വേണ്ടാന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടിയില്ലേ. പിന്നെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക ഈ പറഞ്ഞ നമ്മുടെ ആ 3 പ്ലാന്റുകളുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന്. അപ്പോൾ ചിലപ്പം നമ്മൾ വെട്ടി വരുമ്പം ആ സൈഡ്, താഴെയിലത്തെ ആ സൈഡ് ഒരേ കണക്ക് വരില്ല. അങ്ങനെ വരുവാണെങ്കിൽ പേപ്പറല്ലേ, കത്രിക കൊണ്ടൊന്ന് വെട്ടി ഷേപ്പാക്കി കൊടുത്താൽ മതി. വെട്ടുക, പിടിക്കുക, സെറ്റായി നമ്മളുടെ ചെടി. അപ്പം ചെടിയായി കഴിഞ്ഞപ്പം എനിക്ക് ചട്ടിയിൽ എന്തോ ഒരു കുറവ് മിസ് ചെയ്തു. അങ്ങനെ പിന്നെ 2 കണ്ണൊക്കെ വരച്ച് അതിനെ ഇങ്ങ് സുന്ദരക്കുട്ടനാക്കി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഫോളോ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.